അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു ബോട്ടി ഫ്രൈയും വെറും ചോറും ക്യാരറ്റ് ഉപ്പേരിയും പരിപ്പും കറിയും ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കിലോ ബോട്ടിയാണ് ഞാൻ കേട്ടോ, പോത്തിൻ്റെ ബോട്ടിയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റോടെ നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ അധികവും അടുപ്പിൽ തീ കത്തിച്ചാണ് ബോട്ടി ഒരുപാട് സമയം വേവിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ ഇന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ബോട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ഗ്രേവി വേണമെങ്കിൽ നമ്മൾ മല്ലി കൂടുതലിടണം. അപ്പോൾ 3 ടീസ്പൂണ് മല്ലിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോ ബോട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 3 ടീസ്പൂൺ തന്നെ നമ്മൾ മല്ലിട്ട് കൊടുത്തത്. മുളക് എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ കുരുമുളകാണ് ചേർത്തി കൊടുക്കുന്നത്. മഞ്ഞൾ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല നാടൻ മഞ്ഞളാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളാണ്, അതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് 1 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കുരുമുളക് ചേർത്തി കൊടുക്കും. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് കൂട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ബോട്ടിക്ക് നല്ല വേവ് ഉണ്ടാവും. ബോട്ടി എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിയൊക്കെ കൊണ്ടുവന്ന് ആടിൻ്റെ ആയാലും ഇങ്ങനെ പോത്തിൻ്റെ ആയാലൊക്കെ കൊണ്ടുവന്ന് വേവിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുക്കറിലായതുകൊണ്ട് കുറേ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കുക്കറൊക്കെ മൂടി വെച്ച് നമ്മൾ വേവിക്കാൻ പോകാം കേട്ടോ. അത് വേവാകുമ്പോഴത്തേന് ഞാൻ കുറച്ച് ക്യാരറ്റ് ഉപ്പേരി കേട്ടോ, നമുക്ക് ഉച്ചക്ക് ചോറിലേക്ക് കുറച്ച് ക്യാരറ്റ് ഉപ്പേരി വേവിച്ചെടുക്കാം. ഇങ്ങനെ പൊടിയാക്കി നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിൽ ഇങ്ങനെ വേവിച്ചാൽ നല്ല രുചിയായിരിക്കും കേട്ടോ. നമ്മൾ വെള്ളമൊന്നുമില്ലാതെ ആവിയിൽ വേവിച്ചെടുത്താൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ക്യാരറ്റ്. ഒരുപാട് നാരുകളടങ്ങിയ ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ്. അപ്പോൾ നമുക്ക് വെറുതെ പച്ച കഴിക്കുന്നത്, ഉപ്പേരി വെച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാം പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാനിത് പൊടിയായി അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് വളരെ കുറച്ച് തേങ്ങയും 6 ചീരമുളക് കേട്ടോ, കാന്താരി എന്നൊക്കെ പറയും. ഇത് നല്ല രുചിയായിരിക്കും. നല്ല കാന്താരി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ അത് വേവാൻ നേരത്താണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയിട്ട് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും വേവായി വാങ്ങി വെക്കാൻ നേരത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി കറിവേപ്പിലിട്ട് ഞാൻ പൊടിയായി അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമ്മൾ ഇളക്കിങ്ങാണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടും കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് തന്നെ വേവാൻ വേണ്ട, പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ക്യാരറ്റ് ഉപ്പേരി. നമുക്ക് ഇതിലേക്ക് പച്ചമുളകും തേങ്ങയും ഇട്ട് നല്ലപോലെ വഴറ്റിങ്ങാണ്ട് നമ്മളതെടുത്ത് കഴിച്ചാൽ നല്ല ചൂടോടെ തന്നെ കഴിച്ചാൽ നല്ല രുചിയേക്കാരം. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിങ്ങാണ്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിലിടരുത്. ചതച്ച് വെച്ച തേങ്ങ കാന്താരി മുളക് ഇട്ട് ക്യാരറ്റ് വേവായിട്ടുണ്ട് കേട്ടോ. വേവായതിന് ശേഷമാണ്
ഞാനിതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമ്മൾ വളരെ കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പം തന്നെ അത് ഫ്ലെയിം ഓഫാക്കാം. ക്യാരറ്റ് ഉപ്പേരിയൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ബോട്ടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചേരുവകളാണ്. ഒരു വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 10 വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്, 8-10 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാനൊക്കെ വെച്ചുങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുങ്ങാണ്ട് ഇതെല്ലാം വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ച ബോട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി എല്ലാ പച്ചമുളക്, ഉള്ളി, ഇഞ്ചി എല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കുക, എല്ലാതും വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ വേവിക്കുമ്പോൾ ഇടുന്നതിലേറെ രുചിയായിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു നോക്കൊണ്ടു. നമ്മളെല്ലാ ഉള്ളികളും, അത് ഈ ബീഫായാലും നമ്മൾ ബോട്ടി ആയാലും ഒക്കെ നമ്മൾ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച ഇറച്ചിയായാലും ബോട്ടി ആയാലും ഇട്ട് കൊടുത്താൽ നല്ല ഒരു രുചിയായിരിക്കും. അതിന് പ്രത്യേക ഒരു രുചി തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റു രീതിയിലും ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് നമ്മൾ വാട്ടിയാൽ കുറച്ച് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ മൂടിയൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേവിക്കാൻ വെച്ചപ്പോൾ കുരുമുളക് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുരുമുളക് കൂടി നമ്മൾ വാട്ടി എടുക്കുമ്പോൾ, ഈ ഉള്ളികളൊക്കെ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ കുരുമുളക് അപ്പം ചേർത്തി കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ കുറേ വേവിക്കാതെയാണ് കുരുമുളകിൻ്റെ രുചി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇതിൽ കുരുമുളക് ഇട്ടിങ്ങനെ എരിവ് എത്രത്തോളം ഓരോരുത്തർക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല, ഒരു പാകത്തെ എരിവുള്ള ഇഷ്ടം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഈ ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഗ്രേവി ഉണ്ട്, ഇതെല്ലാം വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഗ്രേവി വേണ്ട, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിങ്ങാണ്ട് അതിൽ നല്ലപോലെ സെറ്റായാലാണ് നല്ല രുചിയായിരിക്കുക. ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ സ്റ്റീലിൻ്റെ കോരിയിട്ട് ഇളക്കുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഇളക്കുന്നുണ്ടെന്ന് കരുതരുത് കേട്ടോ. അത് അതിന് കേടാണ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നമ്മൾ സ്റ്റീലൊന്നിട്ട് ഒരതാൻ പാടില്ല. അതിൻ്റെ ഇതൊക്കെ വിര വീണ് കഴിഞ്ഞാൽ നമുക്ക് കേടാണ്. അപ്പോൾ ഞാൻ മെല്ലെ ഉള്ളിട്ട് ഇതിൽ ഇളക്കാറുള്ളത് സ്റ്റീലിൻ്റെ. കാരണം എനിക്ക് നല്ല ഫൈബറിൻ്റെ അങ്ങനത്തെ ഇളക്കുന്ന കോരി ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം കോരി എടുത്ത് ഇടണമെങ്കിൽ നമുക്ക് നല്ല ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനത്തെ കയ്യിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കോരി കയ്യിൽ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷയാണ് കേട്ടോ. നമുക്ക് ഇവിടെ മലപ്പുറം ഭാഷ തനി നാടൻ ഭാഷയായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോന്ന് കയ്യിൽ കോരിക്ക് എന്താ തവി പല ഭാഷകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് എന്നെങ്കിൽ കാണുമ്പോഴെങ്കിലും അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുക. വേവിച്ച് വെച്ച ബോട്ടി ഫുള്ളും അതിലുള്ള ഗ്രേവിയൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവി ഇതിൽ ഒഴിച്ച് കൊടുത്താലല്ലോ അതിൻ്റെ രുചി കറക്റ്റ് അതിൽ കിട്ടുക. ഗ്രേവി നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അതിലെ മസാലയൊക്കെ പോവും. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റായി കിട്ടണമെങ്കിൽ നമ്മളത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഞാൻ വെളിച്ചെണ്ണ നമുക്ക് കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ള ഏകദേശം വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ കുറച്ചും കൂടി ചേർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ലതുപോലെ ഈ ബോട്ടി ഫ്രൈ ചെയ്യുമ്പോൾ നല്ല പോലെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം, എന്നാലുള്ളൂ രുചി ഉണ്ടാവുക. ഈ ബോട്ടിയിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിങ്ങാണ്ട്
അതിൽ നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഇത് ഒരു കുറേ സമയം നമ്മൾ ഈ തീയിൽ തന്നെ വെക്കണം. പക്ഷേ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പത്ത് തീയിൽ കത്തിച്ചങ്ങാണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടെ നല്ലത്. ആ കണലിലിങ്ങനെ കടന്നുങ്ങാണ്ട് അത് മുരിയുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഗ്രേവി ആയിട്ടാണ് വേണ്ടിയത്, നല്ല ഒരു വരട്ട് പോലെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ മല്ലിയൊക്കെ ഇട്ടത് കേട്ടോ. നമുക്ക് കൂടുതൽ വരട്ട് പോലെ വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിയൊന്നും അധികം ഇടരുത്. ഞങ്ങൾക്ക് വരട്ട് പോലെ വേണ്ടത് കൊണ്ടാണ് ഞാൻ മല്ലി ഇട്ടത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ടാം. ഞാനുണ്ടാക്കിയ ബോട്ടിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഓരോ കഷ്ണം കഴിച്ചാലും അതിൽ തന്നെ നല്ല മസാല സെറ്റായി പിടിച്ചിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ബോട്ടി ഇഷ്ടമുള്ളവർ ഇങ്ങനെ വേവിച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ അമർത്തിയാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും പുതുമയുള്ളത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ എല്ലാ ഗുണങ്ങളും കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.